സിനിമയുടെ ചരിത്രത്താളുകൾ എടുത്തു പരിശോധിച്ചാൽ അതിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു സിനിമയുടെ പേരുണ്ടാകും. നരസിംഹം. ഇടിമുഴങ്ങുന്ന ശബ്ദത്തോടെ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ ഇന്ദുചൂടൻ. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിച്ച നരസിംഹം. ആറാം തമ്പുരാന് ശേഷം ഷാജി കൈലാസ്, രഞ്ജിത്ത്, മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചപ്പോൾ പിറന്നത് വെറും ഒരു സിനിമയല്ല, അതൊരു ചരിത്രമായിരുന്നു. മുണ്ടു മടക്കി കുത്തി, മീശ പിരിച്ച്, കണ്ണുകളിൽ അഗ്നിയുമായി ഇന്ദുചൂടൻ വെള്ളിത്തിരയിൽ നിറഞ്ഞാടി. ആവേശത്തിന്റെ കൊടുമുടി കയർത്തിയ ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം ഇന്നും മലയാളിയുടെ ചുണ്ടിലുള്ള ഒരു പഞ്ച് ഡയലോഗുണ്ട്: നീ പോ മോനെ ദിനേശ. വെറുമൊരു സംഭാഷണമല്ലിത്, ഒരു കാലഘട്ടത്തിന്റെ വികാരമാണ്. എന്നാൽ ഈ മാസ് ഡയലോഗ് പിറന്നത് ഷാജി കൈലാസും രഞ്ജിത്തും കോഴിക്കോട് ഓഫീസേഴ്സ് ക്ലബിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു രസകരമായ അനുഭവത്തിൽ നിന്നാണെന്ന് അധികമാർക്കും അറിയില്ല. ആ കഥ ഇങ്ങനെയാണ്. ഈ ഹിറ്റ് ഡയലോഗിന് പിന്നിൽ കോഴിക്കോട് നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട്. ആറാം തമ്പുരാന് ശേഷം ഒരു മോഹൻലാൽ ചിത്രത്തിനായി തിരക്കഥാകൃത്ത് രഞ്ജിത്തും സംവിധായകൻ ഷാജി കൈലാസും കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്ന കാലം. അവിടുത്തെ ഓഫീസേഴ്സ് ക്ലബിലെ സ്ഥിരം കാഴ്ചയായിരുന്നു വിനോദത്തിനായി ചീട്ട് കളിക്കുന്നത്. അങ്ങനെയൊരു ദിവസം ഓഫീസേഴ്സ് ക്ലബിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള ഒരു മേശയിൽ ചീട്ടുകളി നടക്കുന്നുമുണ്ട്. പണം വെച്ചൊന്നുമല്ല, വിനോദത്തിനായുള്ള കളി. അതവിടെ അനുവദനീയവുമാണ്. കുറച്ചുനേരം അവരെ ശ്രദ്ധിച്ചപ്പോൾ അവരിൽ ഒരാൾ കളിക്കുമ്പോഴും ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴുമെല്ലാം മറ്റുള്ളവരെ വിളിക്കുന്നത് മോനെ ദിനേശ എന്നാണ്. എല്ലാവരെയും അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ആരോ ഒരാൾ വന്നപ്പോൾ ചോദ്യം: മോനെ ദിനേശ എപ്പോ എത്തി? ഇടയ്ക്ക് വേറെ നോക്കി വിളിച്ചു പറയുന്നത് കേട്ടു: മോനെ ദിനേശ ഒരു ബീഫ് ഫ്രൈ. ആരോ ഒരാൾ കള്ളക്കളി കളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് മോനെ ദിനേശ കള്ളക്കളി കളിക്കല്ലേ എന്നാണ്. കുറച്ചുനേരം അദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോൾ അത് രസമുള്ള ഒരു ക്യാരക്ടറായി തോന്നി. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ നമ്മളെ വിളിച്ചതും മോനെ ദിനേശ എന്ന് തന്നെ. ഇത് സൂപ്പർ സാധനമാണല്ലോ എന്ന് അപ്പോഴേ രഞ്ജിത്തിനോട് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, അതെ, ഇത് നമ്മൾ എടുക്കും. അങ്ങനെ ഒരു ഫോൺ വിളിയിൽ നിന്ന് ശംഭോ മഹാദേവ എന്ന വിളി ജനിച്ചതുപോലെ കോഴിക്കോട് നഗരത്തിലെ തന്നെ ഓഫീസേഴ്സ് ക്ലബിലെ ഒരു ചീട്ടുകളി മേശയിൽ പിറന്നതാണ് മോനെ ദിനേശ എന്ന അഭിസംബോധന. പിന്നീട് കേരളം ഏറ്റെടുത്ത ഇന്ന് പലരും ആവർത്തിക്കുന്ന ആ മാസ് ഡയലോഗ്.